അസ്സലാമലൈക്കും, വെൽക്കം അവർ ചാനൽ. ഞാൻ ഇന്നലെയും വീഡിയോ ഇട്ടിരുന്നില്ല, ഷോർട്ട് മാത്രമേ ഇട്ടിരുന്നു. എല്ലാവരും കുറേ പേരൊക്കെ അറിഞ്ഞിരിക്കും. ഇക്ക ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇന്നലെ രാവിലെ പുലർച്ചെ. അങ്ങനെ വീഡിയോ ഇന്നലെ എടുത്തിരുന്നു, പക്ഷേ ഇന്നലെ ഇടാൻ പറ്റിയില്ല. റമദാൻ 13-ൻ്റെ വീഡിയോ ഇന്നാണ് ഇടുന്നത് കേട്ടോ. ഇന്ന് 14 ഇന്ന് മീൻകറി വെക്കുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വെക്കലാണ്, പ്രത്യേകിച്ച് വെറൈറ്റി രീതിയിൽ. ഇതാ പൊൽത്തി എന്ന് പറഞ്ഞൊരു മീനാണ്, പ്രവാസികൾ അങ്ങനെയാണ് പറയുക. അത് നല്ലോണം മുളകും മഞ്ഞളും ഉപ്പും അതിന് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്തിട്ട് പൊരിച്ചെടുത്തിട്ടാണ് കറി വെക്കുന്നത്. അതിലേക്ക് മഞ്ഞളും മുളകും ഉപ്പും ഇഞ്ചി വെളുള്ളി ചതച്ചതും പിന്നെ കുറച്ച് പെരിഞ്ജീരകം ഇടുന്നുണ്ട് കേട്ടോ. പെരിഞ്ജീരകത്തിൻ്റെ പൊടി കറിവേപ്പിലയും ഒക്കെ ഇട്ട് നല്ലോണം റസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. ഒരിറ്റ് സുർക്കയും ഇതിൽ ചേർത്തിട്ടുണ്ട്. നല്ലോണം മിക്സാക്കി വെച്ച് നല്ല കളറിൽ കുറച്ച് പിരിമുളകൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഈ മീനിൻ്റെ പ്രത്യേകത ഇത് പൊരിച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് പൊരിച്ചെടുത്തിട്ട് പിന്നെ കറിയിലേക്ക് ലാസ്റ്റ് എടുത്ത് വെക്കണം. ഇതിനു വേണ്ടി തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയെല്ലാം ആദ്യം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാളംപുളി പുതിർത്തിയും വെച്ചിട്ടുണ്ട്. ഇനി മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ഫ്രൈ പാനിലായത് കൊണ്ട് തന്നെ 2 പ്രാവശ്യമായിട്ടിട്ട് പൊരിച്ചെടുക്കണം. തലയുണ്ട്, തലയടക്കം 6 കഷ്ണങ്ങളുണ്ട്. അങ്ങനെ അത് കറി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. നമുക്കങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കട്ടോ. ഇക്ക വന്നതല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റികൾ ഓരോ ദിവസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുഞ്ഞിപ്പത്തിലും പിന്നെ കപ്പ പുഴുങ്ങിയത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മീൻ കറിക്ക് അതൊക്കെ അല്ലേ ചേരും, അതുകൊണ്ട് തന്നെ ചെറിയുള്ളി ഇട്ട രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല. അത് പിന്നെ ഉണ്ടാക്കാം. ഫസ്റ്റ് തന്നെ മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചത്. 4:30 മണിയൊക്കെ കഴിഞ്ഞേരി അടുക്കളയിലേക്ക് ഇറങ്ങിയത്. മീൻ കറി വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, കുഞ്ഞിപ്പത്തിലും കപ്പയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീൻ ഫ്രൈ ചെയ്ത് കോരി വെച്ചിട്ടുണ്ട്, പൊട്ടിപ്പോകാതെ എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പം കറിയിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടി കാണാം. ഇതിനെന്താ അവസ്ഥയിലാവോ, മുറിഞ്ഞു പോകുമോ എന്നുള്ളത് കാണാം കേട്ടോ. മീൻ കറി വെക്കാൻ തുടങ്ങട്ടെ. ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. പിന്നെ മുറിച്ച് വെച്ച് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയുള്ളി നല്ലോണം വഴറ്റി വെക്കുന്ന രീതിക്ക് ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ ഈ കപ്പക്കും കുഞ്ഞിപ്പത്തിലിനൊക്കെ അത് രസം ഉണ്ടാവില്ല. വേറെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ആക്കാം. ഇനി നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞ് വെച്ചതിൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതാ നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ഇതാ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കട്ടെ മെല്ലെ. അധികം മുറിഞ്ഞൊന്നും പോവാതെ എങ്ങനെയോ ബുദ്ധിമുട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരോന്നും. 1-2 മുറിഞ്ഞു പോയിട്ടുണ്ട്. ഇക്ക പറയുന്നുണ്ട് ശ്രദ്ധിക്ക്, മുറിഞ്ഞു പോവില്ല, ഇളക്കരുത് എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇളക്കിയാൽ മുറിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് ഇക്ക എന്നെ പിന്നെ മരത്തിൻ്റെ എടുത്തിട്ടാണ് നല്ല നീക്കി റെഡിയാക്കി വെക്കുന്നത് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഒന്നും വേവാനില്ലല്ലോ, മീൻ പൊരിഞ്ഞതാണ്, ബാക്കിയെല്ലാം റെഡിയായതാണ്. പിന്നെ ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മല്ലിച്ചപ്പിട്ടതിന് ശേഷം ഇറക്കി വെക്കാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ അതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് ഒഴിച്ച് തരുന്നുണ്ട്. പിന്നെ ചപ്പൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴുകി അതിലേക്ക് മുറിച്ചിടുന്നുണ്ട്. എല്ലൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഞാൻ അപ്പുറത്ത് വേറെ പണിക്കാക്കിയതാണ് കന അടുത്തന്നെ, എൻ്റെ അടുത്തന്നെ സ്ലേവിൻ്റെ അടുത്ത് പിന്നെ കുഞ്ഞിപ്പത്തിൽ വരുത്താൻ നിർത്തിയതാണ്. റെഡിയായി ഫ്ലെയിം ഓഫാക്കി ഇറക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പത്തിൽ വരുത്താൻ ഞാനെന്താ പണി ചെയ്യേണ്ടതെന്ന് തന്നെ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ പണി തരാം. കുഞ്ഞിപ്പത്തിൽ വരുത്താം. കുഞ്ഞിപ്പത്തിൽ പരത്തിയിട്ടെല്ലാം നീണ്ട് ഒലിച്ചിതായെല്ലാം പോന്നു, വലുതായെല്ലാം പോന്നു, റെഡിയാകുന്നില്ല. കൈൻ്റെ അടിയിൽ അങ്ങ് പറ്റിപ്പോന്നു. വെളിച്ചെണ്ണ ആക്കിയിട്ടും വിരലുമ്മ കിട്ടുന്നില്ല. ഞാനത് പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഞാനൊക്കെ പരത്തുമ്പോൾ എൻ്റെ വിരലുമ്മലോട്ടിങ്ങ് പോരും, പാത്രത്തിലേക്കോ ഇലയിലേക്കോ ഇടാൻ. അങ്ങനെ പോരുന്നേ ഇല്ല. അങ്ങനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്ത് അതൊരു നേക്കാണെന്ന് പറഞ്ഞു കൊടുത്തരാം മനസ്സിലായിട്ടോ. പിന്നെ ഇതാ വിരലുമ്മ തന്നെ പോരുന്നുണ്ട്.
അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. കാരണം എനിക്ക് ഈ ഉരുട്ടുന്ന മോഡലൊക്കെ കണ്ടതിൽ ചിരി വരുന്നുണ്ട്. കാരണം ഉണ്ടാക്കിയിട്ടല്ല, അറിഞ്ഞൂടാത്തതുകൊണ്ട്. എനിക്ക് പണി ശരിയാവലാൻ പറഞ്ഞിട്ട് പോയത് അത് ഞാൻ അടുപ്പത്ത് വെച്ച്. ആദ്യം അപ്പച്ചമ്മ അടുപ്പത്ത് ഇപ്പുറത്ത് വെച്ചിരുന്നു മീൻ കറി വെക്കുമ്പം തന്നെ. അങ്ങനെ ഞാനെന്ത് ചെയ്ത് നല്ല രീതിയിൽ പരത്തി കാണിച്ചു കൊടുത്ത് പ്ലേറ്റിലിട്ടിട്ട്. കഴിഞ്ഞ് ഹെൽത്തി ജ്യൂസിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൈയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലേറ്റിൽ അത് അടിച്ചെടുക്കുന്നത്. അതിൽ ചേർത്ത ചേരുവകൾ ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. ഇതാ മിക്സിയിലേക്കിട്ട് അടിച്ചെടുക്കട്ടെ ആദ്യം. പിന്നെ തണുത്ത പാലാണ് ഒഴിക്കുന്നത്. ഈ ഹെൽത്തി ജ്യൂസിൻ്റെ പറഞ്ഞു കണ്ടുള്ള വീഡിയോ ഞാൻ ഒരു ദിവസം വിശദമായിട്ടിടാം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ എടുത്താണ്. സമയം വൈകിയത് കൊണ്ട് 6 മണിക്ക് പെട്ടെന്ന് തന്നെ ചെയ്തതാണ് ഈ ജ്യൂസ്. അതാണ് വിശദമായിട്ട് വീഡിയോ ഇല്ലാത്തത്. അടിച്ച് പെട്ടെന്ന് തന്നെ എടുത്തേക്കാൻ തന്നെയാണ് അടിച്ചത്. എന്നിട്ട് ചില്ല് ജഗ്ഗിലേക്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കണ്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നാളെ ഞാൻ വരാം കേട്ടോ.